ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് റെസ്റ്റോറന്റ്, സാറാസ് കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TV ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണി, ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. Inaugural offer on all Arabian foods. Special packages for get-together function, family meeting, birthday parties and all other functions, etc. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475 2229 077. എലഗന്റ് റെസ്റ്റോറന്റ്, സാറാസ് കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TV ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്. Get more of what you really want. ദേവ സ്റ്റാർ ഹോംസ്. കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. പുനലൂർ നഗരസഭയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 46ാമത് ബജറ്റ്. ബജറ്റിന്മേലുള്ള ചർച്ച ബുധനാഴ്ച. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ഏരൂർ പോലീസ് പിടികൂടി. പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി അനിരുദ്ധൻ. തെന്മല ബീവറേജസ് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ വീണ്ടും പ്രതിഷേധത്തിന് സ്ത്രീകളുടെ നേതൃത്വം. പുനലൂർ നഗരസഭയുടെ 46ാമത് ബഡ്ജറ്റ് ഉപാധ്യക്ഷ K. പ്രഭ അവതരിപ്പിച്ചു. 82,12,57,925 രൂപ വരവും 79,1,25,261 രൂപ ചെലവും 3,11,32,664 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ചൊവ്വാഴ്ച K. പ്രഭ അവതരിപ്പിച്ചത്. 79,1,25,261 രൂപ ചെലവും 3,11,32,664 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിനാണ് രൂപം നൽകിയിരിക്കുന്നത്. നീരതാ പദ്ധതി. ജപ്പാൻ കുടിയോട്ടുമല പദ്ധതികളിൽ നിന്നും കുടിവെള്ളം പുനലൂരിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. പ്രതിദിനം 5 MLD വെള്ളം ലഭിക്കുന്ന ജപ്പാൻ പദ്ധതിയിലാണ് നമ്മുടെ പ്രധാന പ്രതീക്ഷ. ജപ്പാൻ കുടിവെള്ളം എല്ലാ വാർഡുകളിലും എത്തിക്കുന്നതിനായി പുനലൂർ വാട്ടർ സപ്ലൈ സ്കീമിലെ പ്രധാന ടാങ്കിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വർഷം ഞാൻ ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പുതിയ വാട്ടർ സപ്ലൈ സ്കീമിന് സർക്കാർ അംഗീകാരം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൗൺസിൽ നടത്തും. ഇപ്പോഴുള്ള നഗരസഭാ ഭരണ സമിതിയുടെ 2ാമത് ബജറ്റും പുനലൂർ നഗരസഭയുടെ 46ാമത് ബജറ്റുമാണ്
ചൊവ്വാഴ്ച നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രഭ അവതരിപ്പിച്ചത്. മുൻവർഷ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 82,12,57,925 രൂപ വരവും 79,1,25,261 രൂപ ചിലവും 3,11,32,664 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പുനലൂർ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നു. ജപ്പാൻ കുരിയോട്ടുമല പദ്ധതികളിൽ നിന്നും പുനലൂരിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ബജറ്റിൽ സ്ഥാനം പിടിച്ചു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വിതരണ സമഗ്ര പദ്ധതിയായ കേദാരത്തിനും ബജറ്റിൽ സ്ഥാനം പിടിക്കാനായി. ഇതിന്റെ ഭാഗമായി 25,000 തെങ്ങിൻ തൈകളും 15,000 പ്ലാൻ തൈകളും 10,000 പറങ്കിമാൻ തൈകളും നട്ടുപിടിപ്പിക്കും. പച്ചക്കറി കൃഷി, നെൽകൃഷി എന്നിവ വ്യാപിപ്പിക്കും. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കൂടി പ്രയോജനപ്പെടുത്തിയാണ് കാർഷിക പദ്ധതികൾ നടപ്പിലാക്കുക. നിരാലംബർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയായ ആലയം പദ്ധതിക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയും സമന്വയിപ്പിച്ചാണ് ആലയം പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ 200 വീടുകൾക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണത്തിനായി ബജറ്റിൽ തുക വകയിരുത്തി. ആരംപുന്നയിൽ ബഡ് സ്കൂൾ സ്ഥാപിക്കുന്നതിനും പ്ലാച്ചേരിയിൽ ഷെൽട്ടർ ഹോം സ്ഥാപിക്കുന്നതിനും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ധനസഹായം ഏർപ്പെടുത്തുന്ന പദ്ധതിക്കും ബജറ്റിൽ സ്ഥാനം പിടിക്കാനായി. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള തുകയും ബജറ്റിൽ വകയിരുത്തി. സർക്കാർ എയ്ഡഡ് LP UP സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നതിനുള്ള പദ്ധതിക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സീപ്പ് പദ്ധതിയുടെ ഭാഗമായി 300 അജൈവ മാലിന്യ കളക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കും. പ്ലാച്ചേരിയിൽ മെറ്റീരിയൽ റിക്കവറി സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റും സ്ഥാപിക്കും. 2017 മെയ് 1 മുതൽ പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കും. പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കുന്നതിന്റെ ഭാഗമായി തുണി, പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കും. 2017 പുനലൂരിൽ സമ്പൂർണ്ണ ഗ്രീൻ പ്രോട്ടോകോൾ പ്രഖ്യാപിക്കും. പുനലൂരിലെ എല്ലാ ആളുകളെയും കമ്പ്യൂട്ടർ സാക്ഷരരാക്കുന്ന പദ്ധതിയും ബജറ്റിൽ സ്ഥാനം പിടിച്ചു. PN പണിക്കർ ഫൗണ്ടേഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. സമ്പൂർണ്ണ സാക്ഷരതാ മുനിസിപ്പാലിറ്റിയായി ഈ സാമ്പത്തിക വർഷം തന്നെ പുനലൂരിനെ പ്രഖ്യാപിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. N രാജഗോപാലൻ നായർ മെമ്മോറിയൽ ടൗൺ ഹാളും തിയേറ്റർ കോംപ്ലക്സും, ശ്രീരാമപുരം മാർക്കറ്റിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഡ് തല മിനി സ്റ്റേഡിയങ്ങൾ, ഗവൺമെന്റ് ആശുപത്രിയിൽ ഡി-അഡിക്ഷൻ സെന്റർ, ക്യാന്റീൻ, തൂക്കുപാലത്തിൽ സൌരോർജ്ജ ദീപാലങ്കാരം, പുനലൂർ പട്ടണത്തിൽ നടപ്പാത, ആധുനിക വാതക ശ്മശാനം, വ്യാപാരികളുടെ സഹകരണത്തോടുകൂടി നഗരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കൽ, പകൽ വീട്, വാർഡ് സഭാ കേന്ദ്രങ്ങൾ, 7 നില ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരണം, പുനലൂർ പാലം സാംസ്കാരിക കേന്ദ്ര നിർമ്മാണം എന്നീ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തി. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ആമുഖ പ്രസംഗം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി AS നൈസാം തുടങ്ങിയവർ പങ്കെടുത്തു. ബജറ്റിന്മേലുള്ള ചർച്ച ബുധനാഴ്ച രാവിലെ നടക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റിനോട് നീതി പുലർത്തുവാൻ കഴിഞ്ഞതായി നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ബഡ്ജറ്റ് അവതരണ ചടങ്ങിലെ ആമുഖ പ്രസംഗത്തിലാണ് ചെയർമാൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കിയും 5 വർഷം കൊണ്ട് പുനലൂരിനെ ഹരിതാഭമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഹരിതം. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് 15,000 വൃക്ഷ തൈകൾ നമ്മൾ വിവിധ വാർഡുകളിൽ മുനിസിപ്പൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചു കൊടുക്കുകയും അത് നടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഹരിതത്തിൽ കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാര്യം. അത് മാത്രമല്ല, ഹരിതം പദ്ധതിക്ക് ഈ വർഷം അതിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്ന ഒരു ദൗത്യം, അത് ആദ്യമായിട്ടാണ് വനപ്രദേശത്തിന് വെളിയിലേക്ക് ഗ്രീൻ ഇന്ത്യ മിഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. നമ്മൾ മുനിസിപ്പാലിറ്റിയെ കൂടി, പുനലൂർ മുനിസിപ്പാലിറ്റിയെ കൂടി ഗ്രീൻ ഇന്ത്യ മിഷന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് വനംവകുപ്പിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ആദ്യമായി ഈ വനപ്രദേശത്തിന് വെളിയിൽ ആ പ്രോജക്റ്റ് എടുക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ 20 വാർഡുകൾ ഗ്രീൻ ഇന്ത്യ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈലറ്റ് പ്രോജക്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തതിൽ പുനലൂർ നഗരസഭ ഉണ്ടായിരുന്നു. ചെയർമാന്റെ വാർഡ് എന്നുള്ള നിലയിൽ വനംവകുപ്പ് പറഞ്ഞത് കോവളമെന്നാണ്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടല്ല, അവര് അങ്ങനെ തീരുമാനിച്ച ഒരു സാമ്പിൾ പ്രോജക്ട് ഉണ്ടാക്കി തരണം എന്നാവശ്യപ്പെട്ടു. ആ പ്രോജക്ട് ഉണ്ടാക്കി സമർപ്പിച്ചു. തുടർന്ന് ഇനി വരാൻ പോകുന്നത് ഗ്രീൻ ഇന്ത്യ മിഷന്റെ പ്രവർത്തനങ്ങൾ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ആകെ വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയും. അതും നമ്മുടെ ഒരു വലിയ നേട്ടമാണ്. അഭിമാനത്തോടു കൂടി നമുക്ക് ചർച്ച ചെയ്യാവുന്ന പദ്ധതിയാണ് സ്പർശം. സ്പർശം പദ്ധതിക്കാണ് യഥാർത്ഥത്തിൽ
നമ്മുടെ നഗരസഭയ്ക്ക് ആദ്യമായി ആരോഗ്യ മേഖലയിലെ നൂതന പദ്ധതികൾക്കുള്ള ഒരു അവാർഡ്. നഗരസഭ ഈ പുതിയ കൗൺസിലുകൾ അധികാരത്തിൽ വന്നതിന് ശേഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ എടുത്തത് സംബന്ധിച്ച് ഏതാണ്ട് 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒരു മത്സരത്തിനെടുത്തു. അതിൽ 40 എണ്ണത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ 40-ൽ നമ്മൾ വന്നു. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് എക്സിബിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എക്സിബിഷൻ നടത്തിയപ്പോ ആരോഗ്യ മേഖലയിലെ പ്രഥമ പദ്ധതിയായിരുന്നു കേരളത്തിലെ 2ാം സ്ഥാനത്ത് നൂതന പദ്ധതികൾക്ക് സർക്കാർ തെരഞ്ഞെടുത്തത് നമ്മുടെ സ്പർശം പദ്ധതിയാണ്. നിലവിലെ നഗരസഭാ ഭരണസമിതിയുടെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞതായി നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാൽ പറഞ്ഞു. പുനലൂർ നേരിടുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജപ്പാൻ കുരിയോട്ടുമല പദ്ധതിയിൽ നിന്നും പുനലൂരിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പിലായി. പൈപ്പ് ലൈനുകൾ വിന്യസിച്ച് ഇന്റർ കണക്ഷൻ നടത്തി 2 പദ്ധതിയിൽ നിന്നും കുടിവെള്ളം പുനലൂരിലെത്തുന്ന പ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു നഗരസഭ VFPCKയുമായി ചേർന്ന് കാർഷിക വിപണി ആരംഭിച്ചതും പുനലൂരിലാണ്. കൂടാതെ വെറ്റില വാഴ കൃഷിക്കാർക്ക് ധനസഹായം നൽകാനും നഗരസഭയ്ക്ക് കഴിഞ്ഞു. അർഹരായ എല്ലാ ഭൂരഹിതർക്കും വീട് നൽകുന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. 2016-17 സാമ്പത്തിക വർഷത്തിൽ സർവേ പൂർത്തിയാക്കി സമഗ്ര ഗുണഭോക്തൃ പട്ടികയുണ്ടാക്കി. അതിൽ 200 പേർക്ക് ഭവന നിർമ്മാണത്തിന് 6 കോടി രൂപയുടെ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് നഗരസഭയുടെ കൈത്താങ്ങാണ് ആർദ്രം എന്ന പദ്ധതി. 200-ലധികം കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി സാന്ത്വന ചികിത്സ നൽകി വരുന്നു. 18 വയസ്സിന് താഴെയുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 8 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് നഗരസഭ നൽകിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 15,000 വൃക്ഷത്തൈകൾ ജനങ്ങളിലെത്തിച്ച് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന പദ്ധതിയിൽ പുനലൂരിനെ കൂടി ഉൾപ്പെടുത്താനും കഴിഞ്ഞു. ആരോഗ്യ മേഖലയിൽ മികച്ച നൂതന പദ്ധതിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും പുനലൂർ നഗരസഭയ്ക്ക് ലഭിച്ചു. വാർഡ് തല മെഡിക്കൽ ക്യാമ്പുകളും ജീവിതശൈലി രോഗനിർണയവും വിജയകരമായി നടത്തിവരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സമഗ്ര ക്യാൻസർ നിർണയ പദ്ധതിയായ തൂവൽ സ്പർശം വൻ വിജയമായി. KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന കല്ലടയാറിന്റെ തീരത്ത് DTPCയുടെ സഹായത്തോടെ വാഗ്വേ, ബോട്ട് ജെട്ടി, അമ്യൂണിറ്റി സെന്റർ എന്നിവയടങ്ങുന്ന 66 ലക്ഷം രൂപയുടെ പദ്ധതി സർക്കാരിന് സമർപ്പിച്ച് അംഗീകാരം നേടി. നിർവഹണം ഉടൻ നടക്കും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം മുൻനിർത്തി നടപ്പിലാക്കുന്ന ജ്യോതിർഗമയ എന്ന പദ്ധതിയും വിജയകരമായി മുന്നേറുന്നു. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നഗരസഭയുടെ പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ഏറ്റെടുത്തു. 2016-17 വർഷം 60 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്കൂളിൽ നഗരസഭ നടപ്പിലാക്കി. രാജ്യസഭാംഗം സോമപ്രസാദിന്റെ ഫണ്ടിൽ നിന്നും സ്കൂളിന് ഒരു ബസ് കൂടി അനുവദിപ്പിക്കാനും കഴിഞ്ഞു. LP, UP സ്കൂളുകളിലെ പശ്ചാത്തല സൗകര്യം ഒരുക്കുവാൻ അവർ ആവശ്യപ്പെട്ട തുകയും നഗരസഭ അനുവദിച്ചു. പുനലൂർ സ്കൂളിലെ കുട്ടികൾക്കായി വായനാക്കൂട്ടം എന്ന പേരിൽ മാതൃകാ പദ്ധതിയും നടപ്പിലാക്കി. സമഗ്ര മാലിന്യ സംസ്കരണ പദ്ധതിയായ സീപ്പും വിജയകരമായി മുന്നേറുകയാണ്. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുക, അജൈവ മാലിന്യങ്ങൾ നഗരസഭ ഏറ്റെടുക്കുക എന്നതാണ് പദ്ധതി. ഉറവിട മാലിന്യ സംസ്കരണത്തിന് 5000 പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിച്ചു. അജൈവ മാലിന്യങ്ങൾ വാർഡ് തലത്തിൽ കളക്ട് ചെയ്യുന്ന കളക്ഷൻ സെന്ററുകളുടെയും മെറ്റീരിയൽ റിക്കവറി സെന്ററിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുനലൂർ നഗരസഭയിൽ ടൗൺ ഹാളിന്റെ നിർമ്മാണം യാഥാർത്ഥ്യമാവുകയാണ്. തിയേറ്റർ കോംപ്ലക്സും ടൗൺ ഹാളും നിർമ്മിക്കുന്നതിനുള്ള ധാരണാപത്രം KSFDCയുമായി ഒപ്പിട്ടു. ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സമഗ്രമായ മാർക്കറ്റ് നവീകരണത്തിന്റെ പ്രോജക്ട് നിർവ്വഹണഘട്ടത്തോടടുക്കുകയാണ്. 7 നില ഷോപ്പിംഗ് കോംപ്ലക്സ് പുതുക്കിപ്പണിയാൻ 3.5 കോടി രൂപയുടെ പദ്ധതി DPC അംഗീകാരം ലഭിച്ച് സാങ്കേതിക അനുമതിക്ക് സമർപ്പിച്ച് നിർവ്വഹണഘട്ടത്തിലായി. തൊളിക്കോട് ആധുനിക ശ്മശാന നിർമ്മാണത്തിന് 93 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം ലഭിച്ചു. 50 ലക്ഷം രൂപ സർക്കാർ ഗ്രാന്റ് അനുവദിക്കുകയും ചെയ്തു. നഗരസഭയിലെ എല്ലാ തെരുവിളക്കുകളും LED ആക്കുന്നതിനുള്ള 1 കോടി രൂപയുടെ പദ്ധതി നിർവ്വഹണം ആരംഭിച്ചു. ചെമ്മന്തൂരിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ 1 കോടി രൂപ മുടക്കി IT ഹബിന്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പൊതുപരിപാടികൾക്കായുള്ള സ്റ്റേജ്, മിനി ഓഡിറ്റോറിയം എന്നിവയുടെ നിർമ്മാണവും ആരംഭിച്ചു. നഗരസഭയിലെ 35 വാർഡുകളിലും കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പുനലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ കഴിഞ്ഞു. നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളായ താലൂക്ക് ആശുപത്രി വികസനത്തിന് 61 കോടി രൂപയുടെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണത്തിന് 3 കോടി രൂപയുടെയും നഗരസഭാ സ്റ്റേഡിയം നിർമ്മാണത്തിന് 15 കോടി രൂപയുടെയും പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചു. നഗരസഭാ പ്രദേശത്തെ PWD റോഡുകളുടെ നവീകരണത്തിനായി 15 കോടിയും റെയിൽവേ അണ്ടർ പാസേജിന്റെ സ്ഥലമെടുപ്പിനായി 3.47 കോടിയും സർക്കാർ അനുവദിച്ചു. നഗരസഭയുടെ പദ്ധതികൾ സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് ബജറ്റിൽ ഇടം പിടിക്കാനായത് നഗരസഭാ ഭരണസമിതിയുടെ വിജയമാണെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിജിത് കുമാർ ചേരും. പുനലൂർ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച ബജറ്റെന്ന് ഈ ബജറ്റിനെ ഒറ്റനോട്ടത്തിൽ വിശേഷിപ്പിക്കാം. മുൻവർഷ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 82,12,57,925 രൂപ വരവും
79,1,25,265 രൂപ ചിലവും 3,11,32,664 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ കുടിവെള്ള പദ്ധതിക്കും പാർപ്പിട നിർമ്മാണത്തിനും തൊഴിലുറപ്പ് പദ്ധതിക്കും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തിനും മുന്തിയ പരിഗണന തന്നെ നൽകിയിരിക്കുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ക്യാന്റീനും DHL സെന്ററും സ്ഥാപിക്കുന്നതിനും ഹോമിയോ ആശുപത്രിയുടെ നവീകരണത്തിനുമായി 1 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി 2 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ടൗൺ ഹാളിന്റെ നിർമ്മാണം, മിനി തിയേറ്റർ, തൂക്കുപാലത്തിലെ സൗരോർജ്ജ ദീപാലങ്കാരം, ആധുനിക രീതിയിലെ മത്സ്യ മാർക്കറ്റ്, ബാലഭവന് പുതിയ കെട്ടിടം, വൃത്തസദനങ്ങളുടെ നിർമ്മാണം, ആധുനിക ശ്മശാനം, വട്ടപ്പടയിൽ നഗരസഭയുടെ 10 ഏക്കർ സ്ഥലത്ത് ഫാം ടൂറിസം, ചെമ്മന്തൂരിൽ മിനി ആഡിറ്റോറിയം നിർമ്മാണം തുടങ്ങിയവയ്ക്ക് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ടൂറിസം രംഗത്തുള്ള നിരവധി പദ്ധതികളും ബജറ്റിൽ സ്ഥാനം പിടിച്ചു. കല്ലടയാറിന്റെ തീരത്ത് സ്നാനഘട്ടത്തിന് സമീപം പാർക്കിന്റെ നിർമ്മാണം, തൂക്കുപാലത്തിന്റെ ഇരുകരകളിലും വാക്വേ, പാർക്ക് നിർമ്മിക്കുന്നതിനും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനും തൊളിക്കോട് ലഗൂണിൽ പാർക്ക് നിർമ്മിക്കുന്നതിനുമായി 1 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി പുനലൂർ കുടിവെള്ള പദ്ധതിയെ ബന്ധിപ്പിക്കുന്നതിന് പൈപ്പ് സ്ഥാപിക്കുന്നതിനും മഴക്കുഴികളുടെ നിർമ്മാണത്തിനും വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് പുനലൂർ വാട്ടർ സപ്ലൈ സ്കീം പുനരുദ്ധരിക്കുന്നതിനുമായി 2 കോടി രൂപയും ബജറ്റിൽ സ്ഥാനം പിടിച്ചു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിനും ആശ്രയ പദ്ധതിയുടെ ചെലവുകൾക്കും വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് പരിശീലനവും ധനസഹായവും നൽകുന്നതിനുമായി 4 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വിശപ്പുരഹിത പുനലൂർ എന്ന ലക്ഷ്യം മുൻനിർത്തി നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിറവ്. പട്ടണത്തിലെ 4 കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും സൗജന്യമായി പൊതിച്ചോറ് ലഭ്യമാക്കുക, നിരാലംബരായ വൃദ്ധജനങ്ങൾക്ക് വാർഡുകളിൽ അംഗൻവാടികൾ വഴി ആഹാരം നൽകുകയും ചെയ്യുന്ന പദ്ധതിക്കാണ് ബജറ്റിൽ ഇടം നേടാനായത്. നിരവധി കലാകാരന്മാരെ സമ്മാനിച്ച പാരമ്പര്യമുള്ള സ്ഥലമാണ് പുനലൂർ. പുനലൂരിൽ സർഗോത്സവം എന്ന സാംസ്കാരികോത്സവവും നഗരസഭ ലക്ഷ്യമിടുന്നു. 2017 ഡിസംബർ അവസാനത്തോടെയാകും ഇത് നടപ്പിലാവുക. N. രാജഗോപാലൻ നായർ മെമ്മോറിയൽ സംസ്ഥാന നാടക മത്സരം, പെയിന്റിംഗ്, ശില്പശാല എക്സിബിഷനുകൾ, നാടൻ കലാരൂപങ്ങളുടെ അവതരണം തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ആഗോള താപനത്തിന് ഒരു ജനകീയ ബദൽ പുനലൂരിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഹരിതം പദ്ധതിക്കും ബജറ്റിൽ സ്ഥാനം പിടിക്കാനായി. വീടുകളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ നഗരത്തിൽ പൂർണ്ണമായും LED ലൈറ്റുകൾ സ്ഥാപിക്കുക, 50,000 ഫലവൃക്ഷത്തൈകൾ നട്ടുവളർത്തുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, കല്ലടയാറിന്റെ തീരത്ത് മുളകൾ നട്ടുപിടിപ്പിക്കുക, കല്ലടയാറിന്റെ സംരക്ഷണത്തിനായി ഗ്രീൻ ബ്രിഗേഡ് സ്ഥാപിക്കുക തുടങ്ങിയവയാണ് ഹരിതം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മാലിന്യ സംസ്കരണം ഉൾപ്പെടെ മറ്റ് നിരവധി ജനകീയ പദ്ധതികൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പുനലൂർ നഗരസഭയുടെ 46ാമത് ബജറ്റ് പുനലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് നമുക്ക് വിലയിരുത്താം. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. Managed by Pushpagiri Educational and Charitable Trust. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. Hi, my name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiri Central School, Idaman 34. Managed by Pushpagiri Educational and Charitable Trust. City Aluminium Traders, ചെമ്മന്തൂർ പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ് പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ.
സിറ്റി അലുമിനിയം ട്രേഡേഴ്സ് ചെമ്മന്തൂർ പുനലൂർ. ഫോൺ 0475 2220 9745201088. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ. ഫോൺ 0475 2335515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കച്ചാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ, കബോർഡ്, ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. പുനലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുനലൂർ SI വിജയകുമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷയെ സംബന്ധിച്ചായിരുന്നു ക്ലാസ്. ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ പറ്റിയും ക്ലാസുകൾ നടത്തി. പുനലൂർ SI V ജയകുമാർ ക്ലാസിന് നേതൃത്വം നൽകി. നിരത്തുകളിലും പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. ആ നിരത്തുകളിലുള്ള നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിരത്തുകളിലെ നിയമപാലകർ ആദ്യം നിങ്ങൾക്ക് മഞ്ഞക്കാർഡ് തരും, വീണ്ടും മഞ്ഞക്കാർഡ് തരും. ചിലപ്പോൾ എന്ത് പറ്റും, ഈ നിയമങ്ങൾ തുടർച്ചയായിട്ട് പാലിക്കാതിരിക്കോ അല്ലെങ്കിൽ അതിന്റെ ഗുരുതരാവസ്ഥയിലോ നിങ്ങൾക്ക് ചുവന്ന കാർഡ് ലഭിക്കും. അപ്പൊ നിങ്ങൾ എവിടെയായി പോകും? ഗാലറിയിലായി പോകും. മനസ്സിലായി പറഞ്ഞേ? റോഡിൽ ജോലി ചെയ്യേണ്ട, റോഡിൽ വാഹനം ഓടിക്കേണ്ട നിങ്ങൾ ഈ ലോകത്ത് തന്നെ ഇല്ലാതെ ഗാലറിയിലായി പോകും. അതുകൊണ്ട് അത്രയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് റോഡ് സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ജനമൈത്രി CRO ജോർജ് കുട്ടി, വനിതാ ASIമാരായ സുശീല, ആശാദേവി, റിട്ടയർഡ് SI ബാലചന്ദ്രൻ പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. KSRTC ജീവനക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എന്നിവർ ക്ലാസിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. തിരുവനന്തപുരം വെമ്പായം സ്വദേശി അനിരുദ്ധനാണ് അറസ്റ്റിലായത്.
16 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവ് ഏരൂർ പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം വെമ്പായം പൊയ്കയിൽ ചരുവിള വീട്ടിൽ അനിരുദ്ധനാണ് ശനിയാഴ്ച രാത്രി പോലീസ് പിടിയിലായത്. അഞ്ചൽ ടൗണിലെ ഒരു മൊബൈൽ കടയിലെ തൊഴിലാളിയായ ഇയാൾ കുറച്ചുനാളായി അഞ്ചൽ തഴമേലിലെ വാടക വീട്ടിലാണ് താമസം. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി വീട്ടുകാർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പോക്സോ നിയമപ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കാർഷിക മേഖലയ്ക്ക് സേവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകി പട്ടാഴി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീനം രാജേഷാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും സേവന മേഖലകൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് പട്ടാഴി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ കമ്മിറ്റി ചെയർമാനുമായ മീനം രാജേഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 2017-2018 പട്ടാഴിയിലെ ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പട്ടാഴി പഞ്ചായത്തിലെ തരിശായ നിലങ്ങൾ മൊത്തം നമ്മൾ നെൽകൃഷിയും അതുപോലെ ജൈവ പച്ചക്കറി ഗ്രാമം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പരിപാടികളാണ് നമ്മൾ ബഡ്ജറ്റിൽ ആദ്യമേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് കുടിവെള്ളം സൗജന്യമായി എത്തിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് അവരുടെ സേവനങ്ങൾ കുറച്ചുകൂടെ മികവുറ്റതാക്കുവാൻ ഹെൽപ്പ് ഡെസ്ക് ഏർപ്പെടുത്തുവാനും അതുപോലെ വളരെ വയസ്സായെന്ന വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ സംവിധാനങ്ങളിലും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ഈ ബഡ്ജറ്റിലെ അതിന് സഹായകരമായ നിലപാടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പഞ്ചായത്തിൻ്റെതായ വിവിധ മേഖലകളിൽ സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും അത് അഴിമതി രഹിതവും സുതാര്യവും വളരെ വ്യക്തവുമായി ഉള്ള നിലപാടുകളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട് കുന്നിടിക്കൽ, അതുപോലെ വയൽ നികത്തൽ, അതുപോലെ തന്നെ കാവിന്റെ നശീകരണം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒരു നിലപാടുകൾക്കും ഈ ഭരണസമിതി കൂട്ടുനിൽക്കത്തില്ല, അതിന് അനുമതിയും നൽകത്തില്ല എന്ന് ഈ ഭരണസമിതി ഈ ബഡ്ജറ്റിൽ അത് പ്രത്യേകമായി ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റിന്റെ നവീകരണം, പഞ്ചായത്തിന്റെ പൊതുവായ നവീകരണങ്ങൾ, ആരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ പാലിയേറ്റീവ് രംഗം, തൊഴിലുറപ്പ്, കുടുംബശ്രീ എല്ലാ മേഖലകളിലും ഈ ബഡ്ജറ്റ് പ്രാതിനിധ്യം നൽകുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും അതുപോലെ സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിക്കുവാനും പഞ്ചായത്ത് ഭരണസമിതി ഈ ബഡ്ജറ്റിൽ കാര്യക്ഷമമായ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. 9,46,99,613 രൂപ വരവും 9,28,51,000 രൂപ ചെലവും 18,48,613 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി ജനോപകാരപ്രദമായ രീതിയിൽ ISO നിലവാരത്തിലേക്ക് ഉയർത്താൻ പദ്ധതിയുണ്ട്. തരിച്ചു കിടക്കുന്ന എല്ലാ ഭൂമിയും ഏറ്റെടുത്ത് ജൈവ പച്ചക്കറി ഗ്രാമം പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ജൈവവും അജൈവവുമായ മാലിന്യങ്ങളുടെ സംസ്കരണവും പുനരുപയോഗവും സാധ്യമാക്കുന്നതിനായി ശുചിത്വമുള്ള പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കും. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് വയൽ നികത്തൽ, കുന്നിടിക്കൽ, പാറഖനനം എന്നിവ തടയുകയും കാവുകൾ, കുളങ്ങൾ, തോടുകൾ എന്നിവയുടെ സംരക്ഷണം ഏറ്റെടുക്കും. കേരള ലീഗൽ അതോറിറ്റിയുമായി ചേർന്ന് എല്ലാ മാസവും സിറ്റിംഗ് പട്ടാഴി പഞ്ചായത്ത് മാർക്കറ്റ് നവീകരണം, ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ 38 ലക്ഷം രൂപയും സേവന മേഖലയിൽ 1,14,80,500 രൂപയും, ആസ്തി സൃഷ്ടിക്കലിനായി 1,12,86,000 രൂപയും, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 4 കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. എല്ലാവർക്കും ഭൂമിയും വീടും. തലവൂർ പഞ്ചായത്തിന് 21 കോടിയുടെ ബഡ്ജറ്റ്. മുൻ വർഷത്തെ കോപ്പിയടിയാണ് പുതിയ ബഡ്ജറ്റ് എന്ന പ്രതിപക്ഷം. മുഴുവൻ ഭവന ഭൂരഹിതർക്കും വീടും വസ്തുവും നൽകുന്ന പദ്ധതിക്ക് പ്രാധാന്യം നൽകി തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് 21 കോടി 80 ലക്ഷം രൂപ വരവും 21 കോടി 20 ലക്ഷം രൂപ ചെലവും 60 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി ദാസപ്പനാണ് അവതരിപ്പിച്ചത്. 2017-2018 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ടും വിവിധ ഗ്രാന്റുകളും ഉൾപ്പെട്ട ആകെ തുക 23
1,80,62,537 രൂപ വരവും 21,19,99,800 രൂപ ചിലവും 60,62,837 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളായ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, ഭവന നിർമ്മാണ പദ്ധതി, കുടിവെള്ളം, ശുചിത്വം, കാർഷിക മേഖല, പശ്ചാത്തല മേഖല, തൊഴിൽ മേഖല എന്നിവയ്ക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ വിഭാഗത്തിൽപ്പെട്ടവർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിലൊന്നാണ് സുരക്ഷിതമായ പാർപ്പിടത്തിന്റെ അഭാവം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്തിലെ മുഴുവൻ SC ജനറൽ വിഭാഗത്തിനു വേണ്ടി, ഭൂരഹിത ഭവനരഹിത വിഭാഗത്തിനു വേണ്ടിയിട്ട് 1,10,00,000 രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വിവിധങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി പട്ടികജാതി മേഖലയ്ക്ക് 1,04,57,000 രൂപയും പട്ടികവർഗ ക്ഷേമത്തിന് വേണ്ടിയിട്ട് 9,000 രൂപയും ബജറ്റിൽ വകയിരുത്തുന്നു. ആരോഗ്യ മേഖലയിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതിയായ ആർദ്രം ആരോഗ്യം പദ്ധതിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആശുപത്രികളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പാലിയേറ്റീവ് കെയർ, മരുന്ന് വാങ്ങൽ, ഹോസ്പിറ്റൽ നവീകരണം എന്നിവയ്ക്ക് വേണ്ടിയും 30,20,000 രൂപ വകയിരുത്തുന്നു. വസ്തുവും വീടും പദ്ധതിക്കായി 1,10,00,000 പട്ടികജാതി വികസനത്തിന് 1,04,00,000 വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്ക് ബജറ്റിൽ 1 കോടി രൂപയുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുന്നതിന് 2,69,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി, കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ, പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന് സ്ഥലം വാങ്ങൽ എന്നിവയ്ക്കായി 45,00,000 രൂപ നീക്കിവച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും ഫണ്ട് ലഭ്യമായാലേ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന് സ്ഥലം കണ്ടെത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കേന്ദ്രീകരിച്ചുകൊണ്ട് 2,3 ലിങ്കുകൾ തന്നെ ഭൂമി വാങ്ങിച്ചുകൊണ്ട് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുകയും ആ തരത്തിലേക്ക് ഈ പഞ്ചായത്തിനെ മാറ്റപ്പെടുന്നതിലേക്കുള്ള ആലോചിക്കുന്നു. സൂചിപ്പിച്ചുപോലെ സർക്കാർ സൂചിപ്പിച്ചുപോലെ വീടില്ലാത്ത ഒരാൾ പോലും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ തരത്തിലേക്ക് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവിടെ പാർട്ടി നിർമ്മിച്ചുകൊണ്ട് കുറച്ചു പേരെങ്കിലും അങ്ങോട്ട് പാർട്ടി എന്നതിലേക്കാണ് ആലോചിക്കുന്നത്. ചടങ്ങ് തീർക്കാൻ വേണ്ടി എഴുതി പിടിപ്പിച്ചതാണ് ബജറ്റെന്നും മുൻ വർഷങ്ങളിലെ ആവർത്തനമാണെന്നും UDF പാർലമെന്ററി ലീഡർ G. രാധാമോഹൻ കുറ്റപ്പെടുത്തി. 16-17 ആ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന ഏതാണ്ട് മുഴുവൻ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അത് പറയുമ്പോൾ 16-17 ബഡ്ജറ്റിൽ ഏതൊക്കെ നടപ്പിലാക്കി എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുവാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ പഞ്ചായത്ത് പൊതുവിൽ എല്ലാ പഞ്ചായത്തുകളും ചെലവ് ഇനത്തിൽ വളരെ പിറകിലാണ്. തലവൂർ ഗ്രാമപഞ്ചായത്തിലും പദ്ധതി ചിലവിൻ്റെ കാര്യത്തിൽ വളരെ പിറകിൽ തന്നെയാണ്. അപ്പോൾ ഭരണ നേട്ടമായി പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ ബജറ്റിലേക്ക് ക്ഷണിക്കാതിരുന്നത് പക്ഷപാതപരമായ നടപടിയായി പോയെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു.
സിറ്റി അലുമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് അറിയുന്നത്. 6 മാസത്തിന് മുമ്പേ ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ഗ്രീമും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പുറത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475 235 4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി. തെമ്മല ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ വീണ്ടും നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശത്ത് സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. തിങ്കളാഴ്ച രാവിലെ 10-ന് മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ KIP മെയിൻ ഗേറ്റ് ഉപരോധിച്ചു. നേരത്തെ അണ്ടൂർ പച്ചയിലും ഇടമൺ ഉപ്പുകുഴിത്തറയിലും ഒറ്റക്കല്ലിലും ബിവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയും അധികാരികൾ ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഒടുവിൽ തെന്മല ഡാം ജംഗ്ഷനിൽ നിന്നും വനാതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാൻ അധികാരികൾ തീരുമാനിച്ച വാർത്ത പുറത്തു വന്നതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വരികയായിരുന്നു. ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് 100 മീറ്റർ അകലെ 3 കോളനികളിലായി 500-ൽ പരം ആളുകൾ താമസിക്കുന്നുവെന്നും ഇവിടെ തന്നെ ദേവാലയങ്ങളും അംഗൻവാടിയും ഇക്കോ ടൂറിസം ഓഫീസുമൊക്കെ അടുത്തുള്ളതും സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രദേശത്തെ സ്ത്രീകൾ നേതൃത്വം നൽകിയ സമരത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയും ഉണ്ടായിരുന്നു. ഉപരോധ സമരം തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഡാമിൽ നിന്ന് മാറ്റി കൊല്ലത്തേക്കും ചാത്തൂരിലേക്കുമുള്ള ആ മേഖലയിലേക്ക് മാറ്റപ്പെട്ട സാഹചര്യത്തിലാണ് ഇവിടെ നിരവധി കെട്ടിടങ്ങൾ ഒഴുകിയെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ കല്യാണം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട KFBയുടെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഇവിടെ ഈ KFBയുടെ പുതിയ ഐഡിയിൽ അതിന്റെ അവിടെ ഇതുമായി ബന്ധപ്പെട്ട ബെവറേജിന്റെ ഔട്ട്ലെറ്റ് മദ്യവിൽപ്പനശാല ആരംഭിക്കുന്ന അനുവാദം നൽകി എന്ന് പറഞ്ഞാൽ കടുത്ത ഒരു ജനവഞ്ചനയാണ്, ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് കല്യാണ പ്രോജക്റ്റിലെ KFBയുടെ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിരിക്കുന്നത്. കല്യാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട രാവിലെ ഉദ്യോഗസ്ഥന്മാരോട് എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണം. നിങ്ങൾ ജനവാസ മേഖലകളിൽ ഈ സ്ഥാപനം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് പോകരുത്. ഇതൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റാണ്, ഒരു ഗവൺമെന്റ് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിയണം. ഗ്രാമപഞ്ചായത്ത് അംഗം R സുരേഷ് അധ്യക്ഷനായി. M നാസർ ഖാൻ, മാമ്പഴത്തറ സലീം, സഞ്ജയ് ഖാൻ, ബാഹുലേയൻ, സുനിൽകുമാർ, VS മണി, R സുഗതൻ, ഇടമൺ റെജി, K ബാബു, നന്ദകുമാർ, ശരത് തുടങ്ങിയവർ സംസാരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശിച്ച മാർച്ച് 31 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാന ശ്രമവും സമരത്തിൽ കലാശിച്ചത് അധികാരികൾക്ക് തലവേദനയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. ബിവറേജസ് വിഷയത്തിൽ KIPയുടെ സമീപനം ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് തെന്മല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ. ഇതു സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളിൽ തെന്മല പഞ്ചായത്തിൽ മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഉപയോഗശൂന്യമായ KIP കെട്ടിടങ്ങൾ ജനോപകാരപ്രദമായ സ്ഥാപനങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന KIP അധികാരികൾ
ഇപ്പോൾ ബിവറേജസിനു വേണ്ടി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് വിട്ടു നൽകിയത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ 2 കോളനികളിലുമായി ഏതാണ്ട് 2000-ഓളം വരുന്ന ജനസംഖ്യയാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജനവാസ മേഖലയിലേക്ക് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസിൽ, അതൊരു IB വർഷങ്ങളായി സ്ഥിതി ചെയ്യുന്ന ഒരു IBയുടെ പ്രവർത്തനം ഇതിനു വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ജനങ്ങളോട് ഒരു ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു ദ്രോഹ നടപടിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണ കാലഘട്ടം മുതൽ ഡാമിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കൂടിയും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി, ഏതാണ്ട് 90കളുടെ കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞ 10 വർഷക്കാലമായി നിരവധി കെട്ടിടങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2012-2013 കാലഘട്ടങ്ങളിലാണ് KEP ഓഫീസ് തരം താഴ്ത്തുകയും ഇവിടെ വേറെ ഒരു ഓഫീസ് മാത്രം മതി, ഇനി ഡാമിൽ മറ്റ് അവരുടെ സബ് ഡിവിഷണൽ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ഇതിന്റെ മറ്റ് ഓഫീസുകളുടെ പ്രധാന ഭാഗങ്ങളെല്ലാം കൊല്ലത്തേക്കും അതുപോലെ തന്നെ കുണ്ട്രയിലേക്കും അതുപോലെ തന്നെ ചാത്തന്നൂരിലേക്കുള്ള ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിന്റെ ഫലമായിട്ട് നിരവധി കെട്ടിടങ്ങളുടെ ഒഴിവ്. ഈ ഒഴിവെന്ന കെട്ടിടങ്ങളിലേക്ക് തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിരവധി കെട്ടിടങ്ങൾ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ നിവേദനം സമർപ്പിച്ചു. അതിനാവശ്യമായ ഒരു നടപടികളും ഉണ്ടായില്ല. ഒപ്പം 2014 മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് ആയുധങ്ങൾ സൂക്ഷിക്കാൻ തെന്മല പോലീസ് സ്റ്റേഷൻ കെട്ടിടം സുരക്ഷിതമല്ലെന്നും KEPയുടെ ഏതെങ്കിലും കെട്ടിടം വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്ന KEP അധികാരികൾ ഇപ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റിനു വേണ്ടി ശരവേഗത്തിൽ കാര്യങ്ങൾ നീക്കിയത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള ജനവാസ മേഖലയെ ഗവൺമെന്റിന്റെ തീരുമാനത്തെയും കോടതിയുടെ വിധിയെല്ലാം ലംഘിച്ചുകൊണ്ട് ആരാധനാലയങ്ങളുടെ സമീപത്ത് തന്നെ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ തന്നെ സ്ഥാപിക്കുവാനുള്ള ഇത്തരം ഒരു നടപടിക്രമങ്ങളിൽ നിന്നും പിന്നോട്ട് പോകണമെന്നും കല്ലട ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റെവിടെങ്കിലും ജനവാസ മേഖലയിൽ അല്ലാതെ എവിടെയെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഇതിനെക്കുറിച്ച് ഒരു ആലോചന നടത്തി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തയ്യാറാകണമെന്നുമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. കിഴക്കൻ മേഖലയ്ക്ക് പുതുതായി അനുവദിച്ച RD ഓഫീസ് പുനലൂരിൽ സ്ഥാപിക്കണമെന്ന് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ കുന്നിക്കോട് ഷാജഹാൻ. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്നും കുന്നിക്കോട് ഷാജഹാൻ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് അനുവദിച്ച RD ഓഫീസ് പുനലൂരിൽ സ്ഥാപിക്കണമെന്ന് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ കുന്നിക്കോട് ഷാജഹാൻ പറഞ്ഞു. ആര്യങ്കാവ് മുതൽ അച്ചൻകോവിൽ മുതലുള്ള ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും കടയ്ക്കൽ നിന്ന് വരെയുള്ള ആളുകൾക്ക് എപ്പോഴും വരാൻ കഴിയുന്ന പ്രദേശം പുനലൂർ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പുനലൂരാണ് ഈ RD ഓഫീസ് അനുവദിക്കുന്നതിന് ഏറ്റവും നല്ല സ്ഥലവും. ഇവിടെ പുനലൂരിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഇത് അനുവദിച്ചു കൊണ്ടുപോകുവാൻ ഏതെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും ദുരുപദിഷ്ടമാണ് എന്നാണ് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പത്തനാപുരത്ത് പുതുതായി താലൂക്ക് ഉണ്ടാകുമ്പോൾ 8 വില്ലേജുകൾ വേണം എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളക്കുടി വില്ലേജിനെ പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ വിളക്കുടി വില്ലേജ് ഭൂമിശാസ്ത്രപരമായി പുനലൂർ താലൂക്കിൽ നിലനിർത്തുന്നതായിരുന്നു നല്ലത്. കാരണം പുനലൂരിനോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞമൺകാലയും അതുപോലെ പുനലൂർ പേപ്പർ മില്ലിൽ വാർഡും വിളക്കുടി പഞ്ചായത്തിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യള പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒരു ആവശ്യത്തിന് താലൂക്കിൽ പോകേണ്ടത് പത്തനാപുരത്താണ്. ഇപ്പൊ താലൂക്കിൽ പോയി ഒരു ആവശ്യം സാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ ഒരു 90% ആവശ്യങ്ങൾക്കും വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ തഹസീൽദാരുടെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങുവാനോ അല്ലെങ്കിൽ തഹസീൽദാരുടെ ഓഫീസിൽ നിന്നൊരു കാര്യം സാധിക്കുവാനോ കഴിയുകയുള്ളൂ. വിളക്കുടി ഗ്രാമപഞ്ചായത്തിനെ പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്നും പഞ്ചായത്ത് നിവാസികൾക്ക് പത്തനാപുരത്ത് എത്തുന്നതിനേക്കാൾ സൌകര്യപ്രദം പുനലൂരിൽ എത്തുന്നതാണെന്നും ഷാജഹാൻ വ്യക്തമാക്കി. കാര്യറ, മഞ്ഞമൺകാല, പ്ലാത്തറ ഭാഗങ്ങളിലുള്ള വിളക്കുടി ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് ഏറെ ദൂരം സഞ്ചരിച്ചു വേണം താലൂക്ക് ആസ്ഥാനമായ പത്തനാപുരത്തെത്താൻ. താലൂക്ക് രൂപീകരണത്തിലെ അശാസ്ത്രീയതയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്നും കുന്നിക്കോട് ഷാജഹാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. പ്രധാന വാർത്തകളിലേക്ക്. പുനലൂർ നഗരസഭയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 46ാമത് ബജറ്റ്. ബജറ്റിന്മേലുള്ള ചർച്ച ബുധനാഴ്ച. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ഏരൂർ പോലീസ് പിടികൂടി. പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി അനിരുദ്ധൻ. തെന്മല ബീവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ വീണ്ടും പ്രതിഷേധം. പ്രതിഷേധത്തിന് സ്ത്രീകളുടെ നേതൃത്വം. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.